അമ്പലപ്പുഴയിൽ ഇങ്ങനെ ഒരു ജനസഭ നടത്തുമ്പോൾ ഇവിടുത്തെ കർഷകരും അതുപോലെ കാർഷിക മേഖലയും നേരിടുന്ന പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടി താങ്കൾക്ക് പരാമർശിക്കാം. തീർച്ചയായിട്ടും ഒരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ് ഇപ്പോൾ കാർഷിക മേഖല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ഛാശക്തി, ഞാൻ അക്കാര്യത്തിൽ നേരത്തെ ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് കാർഷിക മേഖലയിൽ രാഷ്ട്രീയം കാണും. ഞാനൊരു തകഴിയിലെ ഏറ്റവും വലിയ പാടശേഖരത്തിൻ്റെ 18-19 വർഷം സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കാർഷിക മേഖലയിൽ രാഷ്ട്രീയം കാണുന്നില്ല. ഇച്ഛാശക്തിയുള്ള ഭരണകൂടമുണ്ടെങ്കിൽ എത്ര മോശപ്പെട്ട നെല്ല് എടുത്തുകൊണ്ടുപോയി ചരിത്രം ഇവിടെയുണ്ട്. ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, എൻ്റെ പാടശേഖരത്തിൽ നെല്ല് മുഴുവൻ ചീഞ്ഞ് കിളുത്ത് നശിച്ചു പോയൊരു കാലഘട്ടം. വന്ന് ശ്രീ മുല്ലക്കര സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ പാടശേഖരത്തിൽ അന്ന് 1 കിലോ കിഴിവില്ല നെല്ലെടുത്തുകൊണ്ട് പോയി. പക്ഷേ പിന്നീട് വന്ന സർക്കാരുകൾ, പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നു, പിന്നീട് പിണറായിയുടെ ഗവൺമെൻറ് വന്നു, വേറെ പല മന്ത്രി സുനിൽകുമാർ വന്നു, പ്രസാദ് വന്നു, ഇവരുടെ തന്നെ ഐക്യജനാധിപത്യത്തിനോട് കൃഷിമന്ത്രിമാർ വന്നു. ആ വന്ന കാലഘട്ടത്തിലൊക്കെ അവർ ഈ മുതലാളിമാർക്കും ഈ എന്താ ഇടനിലക്കാർക്കും ഈ മില്ല് മുതലാളിമാർക്ക് അടിപ്പെടുന്ന അവർക്ക് അവരുടെ മുന്നിൽ മുട്ടുമടക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവരുടെ ദാഷ്ട്യത്തിന് മുന്നിൽ കർഷകൻ ബലിയാടാകുന്നൊരു സാഹചര്യം കാണാൻ വേണ്ടി കഴിയാണ്. ഇവിടെ ഹരിച്ചാട്ടൻ സൂചിപ്പിച്ചു, തകഴിയിലെ അവിടുത്തെ നമ്മുടെ റൈസ് മിൽ, മോഡേൺ റൈസ് മിൽ കുട്ടനാട്ടിലെ മുഴുവൻ നെല്ല് സംഭരിക്കാൻ വേണ്ടി രൂപീകരിച്ച 1996 സഖാവ് സുശീലാ ഗോപാലൻ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ തറക്കല്ലിട്ടത്. കുറേ നിർമ്മാണം നടത്തി, കുറേ കോടികൾ ചെലവഴിച്ചു, കുറേ യന്ത്രസാമഗ്രികൾ വാങ്ങി. പിന്നീട് അതിനുശേഷം പല മന്ത്രിമാരോട് വന്നു, പല ഉദ്ഘാടനങ്ങൾ നടത്തി, ഒന്നും നടന്നില്ല. അവസാനം നോക്കൂത്തിയായി അത് എങ്ങുമെങ്ങും എത്താതെ കർഷകൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിൽ കോടാനുകോടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കാലാനുസൃതമായി കാർഷിക മേഖല പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വിവിധങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നെല്ലിന് ആനുപാതികമായ വില കൂട്ടിക്കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ഈ കേരളത്തിന് അർഹമായ വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കർഷകൻ നിലയ്ക്ക് എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയാൻ കഴിയും. പക്ഷേ സ്വാഭാവികമായും ഓരോ വർഷം കൂടുമ്പോഴും നെല്ലിന് വില കൂട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അധിക ബോണസ് കുറയ്ക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. നേരത്തെ 8 രൂപ 32 പൈസ വരെ കേരളത്തിലെ സർക്കാർ 1 കിലോ നെല്ലിന് അല്ലെങ്കിൽ 1 ക്വിൻ്റൽ നെല്ലിന് ഞങ്ങൾക്ക് അധികമായി 1 കിലോ നെല്ലിന് അധികമായി തന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് 5 രൂപ 20 പൈസയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇവരുടെ ഇച്ഛാശക്തിയുടെ കുറവ് നമുക്ക് പ്രകടമാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ കാർഷിക മേഖല ആകെ തകർത്തു. ഇവിടെ പ്രിയപ്പെട്ട അനിൽ ബോസ് എത്രയോ വികാരഭരിതം, അദ്ദേഹത്തിന് വളരെ സരസമായ സംസാരമാണ്, ചടുലമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഈ നാട്ടിലെ ഇപ്പോൾ അദ്ദേഹം ഈ അമ്പലപ്പുഴ ക്ഷേത്രം ഇരിക്കുന്ന ഈ 11-ാം വാർഡ്, ഇവിടുത്തെ 300 വീടുകൾ പോയ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും പലായനം ചെയ്തു പോവുകയാണ് പോലും. ആരാണ് ഉത്തരവാദി? ഈ കേരളത്തിലും കുട്ടനാട്ടിലും അല്ലെങ്കിൽ ആലപ്പുഴയിലും കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലുമൊക്കെ ആളുകൾ പലായനം ചെയ്ത് വിദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാ? കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലേ? ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉത്തരവാദിത്തമില്ലേ? എല്ലാം മറ്റൊരാളിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളിക്കാര്യത്തിൽ ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അല്ല, ഇവിടെ ഇപ്പോൾ അവർ ജി സുധാകരനെ ഗത്യന്തരമില്ലാതെ പിന്തുണയ്ക്കുകയാണ്. ഗത്യന്തരമില്ല. ജി സുധാകരൻ CPM-നെതിരായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ആദർശപരമായ 63 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം പറയുന്ന ജി സുധാകരൻ CPM-നെതിരായി ഒന്നും പറഞ്ഞിട്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ദാഷ്ട്യത്തോടുകൂടിയുള്ള പത്രസമ്മേളനം നമ്മൾ കണ്ടു. അതിലും അദ്ദേഹം ധർമ്മടത്ത് പിണറായി വിജയൻ നോമിനേഷൻ കൊടുത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് CPIM പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്. പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ 3-ാം തവണയും മത്സരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മത്സരത്തെ ലഘൂകരിക്കുകയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലും. കഴിഞ്ഞ ദിവസം അദ്ദേഹം CPM-നോട് വിട പറഞ്ഞ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് പറയുന്ന ആ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഈ അമ്പലപ്പുഴയിലെ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ജനങ്ങളുടെ മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവർ 10 വർഷത്തെ പ്രതിപക്ഷത്തിന് ശേഷം വി.ഡി. സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ സുധാകരനോ ആരോ ആയിക്കൊള്ളട്ടെ, ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തമ്മിൽ തല്ലുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ജി സുധാകരനെ പിന്തുണയ്ക്കേണ്ടുന്ന വലിയ ഗതികേടിലേക്ക് അമ്പലപ്പുഴ കോൺഗ്രസ് എത്തിച്ചേർന്നു.